നമസ്കാരം. കാട്ടക്കാമ്പാൽ പഞ്ചായത്തിലെ 16-ാം വാർഡിൽ നിന്ന് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ പ്രദീപ് കൂനത്താണ് ഇന്ന് നമ്മുടെ അതിഥി. തിരഞ്ഞെടുക്കപ്പെട്ടാൽ വാർഡിലും പഞ്ചായത്തിലും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസനത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കും. താങ്കൾ 2-ാം വട്ടവും പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണല്ലോ. എന്തൊക്കെയാണ് വികസന പദ്ധതികൾ? വാർഡിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് കഴിഞ്ഞ കാല 5 വർഷങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗം തന്നെയായിരിക്കും 16-ാം വാർഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു വാർഡ് മെമ്പറെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമായിട്ടുള്ള വാർഡ് വികസനത്തിൻ്റെ കാര്യത്തിൽ ആവശ്യമുള്ള കാര്യം വെള്ളം, വെളിച്ചം, റോഡ് എന്നീ ഘടകങ്ങളാണ്, പ്രാഥമിക ആവശ്യങ്ങളാണ്. 16-ാം വാർഡിനെ സംബന്ധിച്ച് ഏകദേശം ഫെബ്രുവരി മാസമായി കഴിഞ്ഞാൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ള പ്രദേശങ്ങളാണ്. അതുപോലെ തന്നെയാണ് വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ കാല ഭരണസമിതികൾ വ്യക്തി താല്പര്യങ്ങൾക്കും സ്വജനപക്ഷപാതത്തിൻ്റെ ഫലമായിട്ട് പല മേഖലകളിലും മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മിനിമാസ്റ്റ് ലൈറ്റുകൾ ജനങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഉപകാരവും നൽകാത്ത മിനിമാസ്റ്റ് ലൈറ്റുകളാണ്. വെറും പാർട്ടി താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ട് ചില മേഖലകളിലെ മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പെങ്ങാമുക്കിൽ തന്നെയുള്ള പല കേന്ദ്രങ്ങളായ നമ്മുടെ 16-ാം വാർഡിന്റെ കുരിശുപള്ളിക്ക് സമീപം, കരിച്ചാൽക്കടവ് പാലത്തിന് സമീപം, കരിച്ചാൽക്കടവ് ബസ് തിരിക്കുന്നതിന് സമീപം എന്നീ മേഖലകളിൽ മിനിമാസ്റ്റുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുമെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പുവരുന്നു. കാട്ടക്കാമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം 52 കുടിവെള്ള പദ്ധതികളുണ്ട്. ഈ കുടിവെള്ള പദ്ധതികൾ കൂടുതലും ചില രാഷ്ട്രീയ കക്ഷികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അത് നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം ഇത്ര അധികം കുടിവെള്ള പദ്ധതികൾ, 52 കുടിവെള്ള പദ്ധതികൾ നമ്മുടെ വാർഡിൽ പഞ്ചായത്തിൽ ഉണ്ടായിട്ട് പോലും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായാൽ ടാങ്കർ ലോറിയെ ആശ്രയിക്കേണ്ട രീതിയിലുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇതൊക്കെ കണ്ടുകൊണ്ട് കാട്ടക്കാമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ ദീർഘവീക്ഷണ അടിസ്ഥാനത്തിൽ ഒരു കുടിവെള്ള പദ്ധതിക്ക് എല്ലാ വാർഡുകളിലേക്കും വെള്ളം എത്തിക്കാനുള്ള കുടിവെള്ള പദ്ധതിക്ക് നമ്മൾ അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഇതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളാണ് വ്യായാമക്കുറവ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ മേഖലകളിലും, അതായത് വനിതകൾക്കായിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്കുമായിട്ടുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ മുഖാന്തരം ഉള്ള നമ്മുടെ ഓപ്പൺ ജിമ്മുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കും. അതിനുള്ള കാര്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒരുപാട് വനിതകളും അതുപോലെ യുവാക്കളുമുണ്ട്. അവരെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ PSC കോച്ചിങ് സെൻ്ററുകൾ വാർഡ് തലത്തിൽ തുടങ്ങാനുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇതിനും നല്ലൊരു തുടക്കം കുറിക്കാൻ നമ്മളുടെ ഭരണസമിതി അധികാരത്തിൽ വരികയാണെങ്കിൽ അതിനുള്ള നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകും. ഇങ്ങനെ സമഗ്രമായ വാർഡിന്റെ എല്ലാ വാർഡുകളുടെയും വികസനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വികസന കാഴ്ചപ്പാട് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഈ ഇലക്ഷനിൽ ജനങ്ങളുടെ മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾ അത് അംഗീകരിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. 12-ാം വാർഡിൽ താങ്കൾ വലിയ വികസനങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുന്നത് വെറും പെരുപ്പിച്ചു കാട്ടലാണെന്ന ആരോപണമുണ്ടല്ലോ. എന്താണ് വാസ്തവം? 12-ാം വാർഡിനെ സംബന്ധിച്ച് 2020-21 കാലഘട്ടത്തിൽ ഞാൻ അധികാരത്തിൽ വരുന്ന സമയത്ത് ഏകദേശം 26 വർഷമായിട്ട് വാടക കെട്ടിടങ്ങളിൽ താമസിച്ചിരുന്ന അംഗൻവാടികളാണ് നിലനിന്നിരുന്നത്. ആ ഈ അംഗൻവാടികൾക്ക് 2 അംഗൻവാടിക്കും സ്ഥലം കണ്ടെത്താൻ സാധിച്ചു എന്നു മാത്രമല്ല, 44-ാം നമ്പർ അംഗൻവാടിക്ക് പെങ്ങാമുക്ക് പ്രദേശത്തുള്ള 44-ാം നമ്പർ അംഗൻവാടി നമ്മൾ സ്വന്തമായി സ്ഥലം വാങ്ങുകയും അതുപോലെ തന്നെ സ്വന്തമായി സ്ഥലം കണ്ടെത്തുകയും അത് വാർഡിലെ ജനങ്ങളുടെ സഹകരണ അടിസ്ഥാനത്തോടു കൂടിയിട്ട് അത് പ്രവർത്തനക്ഷമമാക്കാനും നമുക്ക് സാധിച്ചു. അത് എടുത്തു പറയത്തക്ക ഒരു നേട്ടം തന്നെയാണ്. ഇതൊന്നും ജനങ്ങളെ വിഡ്ഢികളാക്കാനോ വാഗ്ദാനങ്ങൾ നൽകാനോ ഉള്ളതല്ല. ജനങ്ങൾക്ക് പോയി നേരിൽ കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് 4 വാർഡുകളെ സംബന്ധിച്ച് ബന്ധപ്പെടുത്തിയിട്ട് ഒരു സബ് സെൻ്റർ, നിങ്ങൾക്കറിയാം 16-ാം വാർഡിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കുന്ന സമയത്ത് ഒരു സബ് സെൻ്റർ എന്നുള്ള പേരിൽ അംഗൻവാടിക്ക് മുകളിൽ ഒരു റൂം വെച്ച് ബോർഡ് വെച്ച് കേന്ദ്ര സംസ്ഥാന ഫണ്ടുകളുടെ വിനിയോഗത്തിന് വേണ്ടി മാത്രമായിട്ട് സബ് സെൻ്ററിൻ്റെതായിട്ടുള്ള യാതൊരു പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നില്ല എന്ന് മാത്രമല്ല
ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള ഒരു ബോർഡ് വെച്ചുകൊണ്ട് ഫണ്ടുകൾ തട്ടിക്കാനുള്ള ഒരു ഉപാധി മാത്രമായിട്ടൊരു സബ് സെൻറ്റർ കരിച്ചാൽ സെൻറ്ററിലുണ്ട്. 4 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ഒരു സബ് സെൻ്ററാണ്. ആ സബ് സെൻ്ററിന് വേണ്ടിയിട്ട്, ഈ കരിച്ചാൽ കടവ് സബ് സെൻ്ററിന് വേണ്ടിയിട്ട് എൻ്റെ 12ാം വാർഡിൽ ഒരാളുടെ സഹകരണത്തോടു കൂടി 5 സെൻറ്റ് സ്ഥലം സബ് സെൻ്ററിന് വേണ്ടിയിട്ട് അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട്. ആ സ്ഥലത്ത് ഇങ്ങനെ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായും കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് 55 ലക്ഷം രൂപയുടെ ഒരു കെട്ടിടം നിർമ്മിക്കാൻ നമുക്കവിടെ സാധിക്കും. അപ്പോൾ കാലക്രമേണ ഈ 4 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ഒരു സബ് സെൻ്റർ നമ്മുടെ വാർഡിൽ ഒരു വർഷത്തിനുള്ളിൽ നമുക്കവിടെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ്, ഏകദേശം 36 റോഡുകൾ നമ്മുടെ 12ാം വാർഡിനെ സംബന്ധിച്ചുണ്ട്. ഇത് ജനങ്ങൾക്ക് അറിവുന്ന കാര്യമാണ്. കാരണം ചെറുവള്ളിക്കടവ് മുതൽ അവഞ്ഞിയങ്കാട്, അതായത് പഴഞ്ഞി നമ്മുടെ പെട്രോൾ പമ്പ് വരെ നീണ്ടു കിടക്കുന്ന ഒരു വാർഡാണത്. ആ വാർഡിൽ 36 റോഡുകളോളം നമ്മുടെ പോക്കറ്റ് റോഡുകളും എല്ലാം ആയിട്ട് 36 റോഡുകളുണ്ട്. ഇതിൽ ഭൂരിഭാഗം റോഡുകളും, അതായത് 25-26 മുകളിലുള്ള റോഡുകൾ പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 4 പുതിയ റോഡുകൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് സൗകര്യം ഒരുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ SC ഫ്ലാറ്റ്. ഞാൻ വരുന്ന സമയത്ത് SC ഫ്ലാറ്റ് സമുച്ചയത്തിൽ, അതായത് ആകെ കൂടി 14 റൂമിൽ ഒരു റൂമിൽ മാത്രമേ ആളുണ്ടായിരുന്നുള്ളൂ. എല്ലാ റൂമുകളും അതായത് പാവപ്പെട്ടവർക്ക് തുറന്നു കൊടുത്തു എന്ന് മാത്രമല്ല, അവിടെ അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിൽ മുറ്റം ഇന്റർലോക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ റൂഫിംഗ് ചെയ്യുവാനും മെയിൻ്റനൻസ് നടപടികൾക്ക് വേണ്ടിയിട്ട് കൊല്ലം ഏകദേശം 4 ലക്ഷം 5 ലക്ഷം രൂപ നമ്മൾ അവിടെ വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കിണറിൻ്റെ, അതായത് പഞ്ചായത്തിൻ്റെ കിണർ ശുചീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 2 ലക്ഷം രൂപ വകയിരുത്തിയിട്ട് അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അവിടെ പാടശേഖരത്തിൻ്റെ അടുത്താണ് കിണർ നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഊരുവെള്ളത്തിൻ്റെതായിട്ടുള്ള ഒരു ഭീഷണിയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വെള്ളം ശുചീകരിക്കുന്നതിന് വേണ്ടി ഏകദേശം 6 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മളൊരു പുതിയ പദ്ധതിക്ക്, ഫിൽട്ടർ സ്ഥാപിക്കുന്നതിനുള്ള ഒരു പദ്ധതിക്ക് അവിടെ രൂപം കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ വാർഡിലെ 12ാം വാർഡിലെ മൂലേപ്പാട് കാഞ്ഞിരമുക്ക് പ്രദേശത്ത് ഫെബ്രുവരി മാസം തൊട്ടിട്ട് രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളാണ്. ആ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു മൂലേപ്പാട് കുടിവെള്ള പദ്ധതിക്ക് അതിൻ്റെ കുഴൽക്കിണർ കുത്തുകയും കുഴൽക്കിണറിൻ്റെ പണി ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഏകദേശം മണിക്കൂറിൽ 5000 ലിറ്റർ വരെ വെള്ളം എടുക്കാവുന്ന ഒരു സംവിധാനമുണ്ടെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ അധികൃതർ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബൃഹത്തായ പദ്ധതി നമ്മുടെ വാർഡിൽ തുടങ്ങാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ മേഖലകളിലും, അതായത് കാഞ്ഞിരമുക്ക് മൂലേപ്പാട് മേഖലകളിലെ പള്ളികൾ നിലനിൽക്കുന്ന, ശവക്കോട്ടകൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ശക്തമായ രീതിയിൽ എല്ലാ മേഖലകളിലും പോസ്റ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞു. പകൽ പോലെ 12ാം വാർഡിൻ്റെ എല്ലാ മേഖലകളിലും രാത്രി സഞ്ചരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് തീർച്ചയായും ഒരു വികസന കുതിപ്പ് തന്നെയാണ് കഴിഞ്ഞ വർഷം 12ാം വാർഡിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ജനങ്ങൾ ഒറ്റക്കെട്ടായി അംഗീകരിക്കുന്ന കാര്യമാണ്. അതിന് മറിച്ചുള്ള ആരോപണങ്ങൾക്ക് അതിൻ്റെ വില നൽകേണ്ടതില്ല എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്.